അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഈ റാത്തല്ല എല്ലാവരും നോമ്പിലൊക്കെ ഇരിക്കുമല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പും ഇബാദത്തും സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവരൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഞാൻ പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും പരിശുദ്ധ റമദാനിൻ്റെ പോരിശ കൊണ്ട് സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നും ചെറിയൊരു സംശയ നിവാരണമാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു സംശയമാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, നോമ്പ് നഷ്ടപ്പെട്ടതിന് മുദ്ദ് കൊടുക്കണമെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ മുദ്ദ് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും കഫാരത്തിൽ നിന്നുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ നോമ്പ് നഷ്ടപ്പെട്ടതിന് മുദ്ദ് യത്തീംഖാനകൾക്കോ അല്ലെങ്കിൽ മദ്രസയിലേക്കോ ദർസുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക സ്ഥാപനങ്ങൾക്കോ കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ മതിയാകൂല. കാരണം നോമ്പിൻ്റെ ഫിദിയ നൽകേണ്ട അവകാശികൾ ഇത്തരം സ്ഥാപനങ്ങൾ പെടുന്നില്ല. ഓക്കെ, അതിൽ ആളുകളുണ്ടായിരിക്കാം, പക്ഷേ സ്ഥാപനങ്ങൾ എന്താകുന്നില്ല, ഫിദിയ നൽകേണ്ട അവകാശികളിൽ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നൽകാനും പാടില്ല. എവിടെയാണ് കൊടുക്കേണ്ടത്? ഫക്കീർ, മിസ്കീൻ എന്നിവരാണ് അവകാശികൾ. അതുകൊണ്ട് അവർക്ക് മാത്രമേ എന്താക്കാൻ പാടുള്ളൂ, നൽകാൻ പാടുള്ളൂ. മുമ്പ് നഷ്ടപ്പെട്ടതിന് മുദ്ദ് യത്തീംഖാനകൾക്കോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊന്നും നൽകാൻ പറ്റൂല. ആർക്കാണ് നൽകേണ്ടത്? ഫക്കീർ, മിസ്കീൻ എന്നിവർക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ജീവിതത്തിൽ പഠിക്കുന്നതൊക്കെ പുലർത്താൻ ശ്രമിക്കുക, അറിവുകളൊക്കെ ഉപകാരപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.